നമസ്തേ. ആഴ്ചഫലമാണ് എന്ന് പറയുന്നത്. മെയ് 20 മുതൽ 26 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ. ഒരാഴ്ച. അപ്പോൾ ബുധൻ എന്ന ഗ്രഹത്തിന് 23-ാം തീയതി ഇടവം രാശിയിലേക്ക് മാറും. വീണ്ടും അത് ജൂൺ 6 മിഥുനത്തിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ബുധൻ എന്ന ഗ്രഹം മാറ്റമുണ്ട്. അപ്പോൾ നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ. അവർക്ക് അടുത്ത ഒരാഴ്ച ആദിത്യൻ ഇപ്പോൾ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ശ്വാസമുട്ട് പോലെയുള്ള രോഗങ്ങൾ ആരോഗ്യരംഗത്ത് വരാം. ധനപരമായിട്ട് വരവൊക്കെ ഉണ്ടാകുമെങ്കിലും മനോവ്യസനങ്ങളും സുഖക്കുറവും ഉണ്ടാകും. ദേഹാരിഷ്ടതകൾ, പിന്നെ കുറച്ച് സ്വാർത്ഥത കൂടാവുന്ന സമയമാണ്. കാരണം വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന സമയം സ്വാർത്ഥത കൂടിയിട്ട് ബന്ധുക്കളോടും മിത്രങ്ങളോടൊക്കെ കലഹങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രാഹു 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഗുണമാണ്. വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണം. വീട് വയ്ക്കാം, വീട് വാങ്ങാം, അറ്റകുറ്റപ്പണിയൊക്കെ നടത്താം. പിന്നെ ധനപരമായിട്ടൊക്കെ ഗുണമാണ്. രാഹു 11-ൽ സഞ്ചരിക്കുമ്പോൾ വിവാഹലാഭം, പങ്കാളിയിൽ നിന്ന് നേട്ടം, ഇതൊക്കെ ഉണ്ടാവാം. ശുക്രൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ധനലബ്ധിയൊക്കെ ഉള്ള സമയമാണ്. ബഹുമാനമൊക്കെ കിട്ടാവുന്ന സമയമാണ് മറ്റുള്ളവരുടെ ഇടയിൽ. പക്ഷെ സ്വഭാവം കുറച്ച് കാർക്കശ്യമായിരിക്കും, അത് ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ചിലവുകളും വരാവുന്ന സമയമാണ്. ശനി 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 12-ാം ഭാവത്തിൽ ശനി അത്ര നല്ലതല്ല, ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത 2.5 വർഷം. 10-ഉം 11-ഉം ഇതായതുകൊണ്ട് 10-ഉം 11-ഉം ഭാവാധിപനായതുകൊണ്ട് 12-ൽ സഞ്ചരിക്കുമ്പോൾ താരതമ്യേന സുഖക്കുറവ് അനുഭവിക്കുന്ന 2.5 വർഷമാണ്. കർമ്മരംഗത്താണെങ്കിൽ ശത്രുക്കൾ മൂലം കർമ്മത്തിന് തടസ്സങ്ങൾ നേരിടാവുന്ന സമയം. എങ്കിലും ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ബുധനാണെങ്കിൽ ഇപ്പോൾ ലഗ്നത്തിൽ മേടം രാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ മൂലം ബന്ധുക്കളെ കേട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതിപ്പോൾ 23-ാം തീയതി ഇടവം രാശിയിലേക്ക് മാറുമ്പോൾ 2-ാം ഭാവത്തിലാണ്. അപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമുള്ള സമയമാണ്. എങ്കിലും ശനി 12-ാം ഭാവത്തിലും വ്യാഴം 3-ലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്ര അനുകൂലമായിരിക്കില്ല എന്നുള്ളത്. ധനച്ചിലവുകളൊക്കെ കൂടാവുന്ന സമയമാണ്. പിന്നെ ബുധൻ്റെ 2-ാം ഭാവത്തിലുള്ള മാറ്റം കുറച്ച് പരദൂഷണ താല്പര്യം കൂട്ടും, അത് ശ്രദ്ധിക്കുക. ധനപരമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അന്യദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് 2ലേക്ക് വരുമ്പോൾ അതിന് സാധിക്കും. സാഹസിക കാര്യങ്ങൾക്ക് താല്പര്യമൊക്കെ തോന്നും, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം വ്യാഴം 3-ാം ഭാവത്തിലാണ്, ദൈവാധീനം ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് സാഹസികതയൊക്കെ തോന്നുമ്പോൾ അതിൽ നിന്നൊക്കെ പിന്തിരിയുക. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യം. കാർത്തികയുടെ അവസാന 3/4 ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ആദിത്യം ലഗ്നത്തിലാണ്. 4-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല. കുറച്ച് ആയാസമൊക്കെ കൂടും, വിഭവനാശം, വീടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ നടക്കാം. എങ്കിലും വ്യാഴം 2-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു, നല്ലതാണ്. ദ്രവ്യലാഭം ഒക്കെ ഉണ്ടാകും. എങ്കിലും ധനമൊക്കെ ഉണ്ടാവുമെങ്കിലും ധനസമ്പാദ്യം കുറയും. കടം കൊടുത്താൽ തിരികെ കിട്ടാൻ അടുത്ത 1 വർഷം വളരെ പ്രയാസമാണ്. കാരണം 2-ാം ഭാവത്തിൽ വ്യാഴം അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് കൂടി യോഗം നൽകും. ചൊവ്വ 3-ാം ഭാവത്തിൽ ധനലാഭവും ഗുണവും ഒക്കെ ഉള്ളതാണ്. ചൊവ്വ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ 4-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാണ്, ശ്രദ്ധിക്കുക. 4-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ വാഹന അപകടങ്ങൾ, മാതാവിന് അത്ര തന്നെ അനുകൂലമായിരിക്കില്ല, ഇതൊക്കെ ശ്രദ്ധിക്കുക. സർപ്പമാണെങ്കിൽ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കർമ്മരംഗത്ത്, അതായത് കർമ്മസംബന്ധിയായ ചില വൈഷമ്യങ്ങൾ ഒക്കെ അനുഭവിക്കാവുന്ന സമയമാണ്. തീർത്ഥ സ്നാനങ്ങൾ. ശുക്രൻ 11-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ ലഗ്നാധിപനും 6-ാം ഭാവാധിപനുമായ ശുക്രനാണ്. ബഹുപ്രകാരേണ ധനലാഭം ഉണ്ടാകും.
ധനപുഷ്ടി, ബഹുമാനം, ധനസമ്പാദ്യം ഒക്കെ ഉണ്ടാകുമെങ്കിലും പങ്കാളിക്ക് അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. വിവാഹം ആലോചിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ, കാലതാമസങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ശുക്രൻ 11-ൽ സഞ്ചരിക്കുമ്പോൾ. ശനിയും 11-ൽ 9ഉം 10ഉം ഭാവാധിപനാണ് ശനി. അത് 11-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. ധനലബ്ധി, ധനഭാഗ്യം, ബഹുമാനം, ധനവർദ്ധനവ്, ഉന്നത സ്ഥാനപ്രാപ്തി, സന്താന സൗഖ്യം ഇതൊക്കെ ശനി 11-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. പിന്നെ ബുധൻ ഇപ്പോൾ 12-ലാണ്, 23-ാം തീയതി അത് ലഗ്നത്തിലേക്ക് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ധനച്ചിലവുകൾ കൂടും. പെട്ടെന്നുള്ള യാത്രകളിലൂടെയോ മറ്റു പല കാര്യങ്ങളിലൂടെയൊക്കെ ധനച്ചിലവ് പെട്ടെന്ന് വരാം. പിന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക, ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ 12-ാം ഭാവത്തിലാകുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ലഗ്നത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത്. സ്വഭാവത്തിൽ കുറച്ച് കാർക്കശ്യമൊക്കെ വരാവുന്ന സമയമാണ്. അത് മറ്റുള്ളവരെ ശത്രുക്കളാക്കും. എങ്കിലും കുറച്ച് സാമർഥ്യം കൂടുന്ന സമയം കൂടിയാണ് ബുധൻ്റെ 23-ാം തീയതി 2-ാം തീയതി 2-ലേക്കുള്ള മാറ്റം. അടുത്തത് മിഥുനക്കൂറുകാരുടെ കാര്യമാണ്. മിഥുനക്കൂറ് മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മിഥുനക്കൂറ്. അവർക്ക് ആദിത്യൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വലിയ പ്രശ്നങ്ങളില്ല. നേത്ര രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. വ്യാഴമാണെങ്കിൽ ലഗ്നത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത്ര അനുകൂലമല്ല. ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സ്ഥാനഭ്രംശങ്ങളൊക്കെ വരാം. എങ്കിലും ധൈര്യം കൂടും, വിദ്യാഗുണം ഒക്കെ ഉണ്ടാകും, ശരീര അസ്വസ്ഥതകൾ ഉണ്ടാകും. കലാസാഹിത്യാദി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമാണ്. ദാമ്പത്യ സുഖം ഉണ്ടാവും. ചൊവ്വ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പെട്ടെന്നുള്ള ധനച്ചിലവുകൾ, അന്യനാട്ടിൽ താമസിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ധനപരമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ, ധനം ഉണ്ടാക്കുന്നതിനുള്ള സാമർഥ്യമൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. കേതു 3-ാം ഭാവത്തിലാണ്. സഹോദരങ്ങൾക്ക് അത്ര അനുകൂലമല്ല. സർപ്പമാണെങ്കിൽ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. പിതൃസ്ഥാനീയർക്ക് ദുരിതങ്ങൾ ഉണ്ടാവും. ധനനാശം, ഒരു ഭാഗ്യക്കുറവ്, ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ ഇതൊക്കെ സർപ്പം 9-ൽ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശുക്രൻ 10-ാം ഭാവത്തിൽ, 12ഉം 5ഉം ഭാവാധിപനായ ശുക്രനാണ് 10-ാം ഭാവത്തിൽ. അപ്പോൾ കാര്യങ്ങൾക്കൊരു തടസ്സം. പിന്നെ ധനവരവിനും മനോധൈര്യത്തിനുമൊക്കെ ഒരു വിഘ്നം ഉണ്ടാകാം. സന്താന ഭാഗ്യം ഉണ്ടാകാം. പൊതുവേ ഒരു സുഖക്കുറവ് ഒക്കെ ഉള്ള സമയമാണ്. ശനി 10-ാം ഭാവത്തിൽ, 8ഉം 9ഉം ഭാവാധിപനായ ശനി 10-ൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാവുന്ന സമയമാണ് ശനി 10-ൽ സഞ്ചരിക്കുന്ന സമയം. ബുധനാണെങ്കിൽ 11ഉം 12ഉം ഭാവത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, വലിയ പ്രശ്നങ്ങളില്ല. 12-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ധന ചിലവുകൾ വർദ്ധിക്കും. പിന്നെ പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം. സ്വന്തക്കാർക്ക് വേണ്ടി ധനച്ചിലവുകൾ ചെയ്യേണ്ടി വരാം. ദാനശീലം കൂടും. പൊതുവെ 12-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സുഖം കുറയും, പിതൃക്ലേശങ്ങൾ ഉണ്ടാകും. എങ്കിലും പരോപകാരിയായിരിക്കും. അത് ബുധൻ്റെ ഈ മാറ്റം ഉണ്ടാക്കിത്തരും. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറ്. ആദിത്യൻ 11-ൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ലാഭവും ഉത്സാഹമൊക്കെ കൂടാവുന്ന സമയമാണ്. പിന്നെ വ്യാഴമാണെങ്കിൽ 12-ാം ഭാവത്തിലാണ്. അപ്പോൾ ഈശ്വരാധീനം കുറവുള്ള സമയമാണ്. ശ്രദ്ധിക്കുക. ദേഹാരിഷ്ടതകൾ, ഭാഗ്യഹീനത്വം, ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്ന് വേണ്ട സമയത്ത് ലഭിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും 6-ാം ഭാവാധിപനും കൂടിയാണ് വ്യാഴം. അപ്പോൾ രോഗാവസ്ഥയ്ക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാവുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ മാറ്റം. ചൊവ്വ ലഗ്നത്തിലാണ്. ശ്രദ്ധിക്കുക. മുറിവ്, ചതവ്, ഒടിവ്, പൊള്ളൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. കാര്യതടസ്സങ്ങൾ, ശത്രുപീഡകൾ, രോഗാരിഷ്ടതകൾ ഇതൊക്കെ ഉണ്ടാകാം. കലാസാഹിത്യാദി രംഗത്തുള്ളവർക്ക് ഗുണമാണ്. കുറച്ച് സാമർഥ്യം കൂടും. സർപ്പമാണെങ്കിൽ 8-ൽ സഞ്ചരിക്കുന്നു. ധനച്ചിലവുകൾ, ആയുർദോഷം, സന്താന ദുഃഖം ഇതൊക്കെ അനുഭവിക്കേണ്ടത് സർപ്പം 8-ൽ സഞ്ചരിക്കുന്ന ഈ സമയത്താണ്. ശുക്രൻ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അംഗീകാരങ്ങൾ,
വസ്ത്രാഭരണാദി ലാഭം, ജനക്ഷേമ താല്പര്യം, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, ധനപ്രാപ്തി, ഇതൊക്കെ ശുക്രൻ 9-ൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശനിയും 9-ൽ തന്നെയാണ്, 7ഉം 8ഉം ഭാവാധിപനാണ്. അതുകൊണ്ട് ദേഹാരിഷ്ടതകളെ വിട്ടൊഴിയുന്നില്ല. പിന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള ചില മനക്ലേശങ്ങൾ, അവരിൽ നിന്ന് വേണ്ട സമയത്ത് സഹായം ലഭിക്കാതിരിക്കുക, പിന്നെ രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാവുക, അതുവഴി ഭാഗ്യഹീനത്വം സംഭവിക്കുക. പിന്നെ ബുധനാണെങ്കിൽ 10-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പരദൂഷണം 10-11 ഭാവങ്ങളിലൊക്കെ ബുധൻ സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനുള്ള ഒരു താല്പര്യം കൂടും. അതുവഴി ഭാഗ്യഹീനത്വം, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യം, മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. 10-ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്ന സമയം കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവും. വ്യാഴമാണെങ്കിൽ 11-ാം ഭാവത്തിൽ ഈശ്വരാധീനമുള്ള സമയമാണ് ചിങ്ങക്കൂറുകാർക്ക്. എല്ലാ ദോഷങ്ങളിൽ നിന്നും കരകയറ്റിക്കൊണ്ട് പോരും. ധനലാഭം, അംഗീകാരം, സന്താന ഗുണം, കലാസാഹിത്യാദി ഗുണം ഒക്കെ ഉണ്ടാവും. ചൊവ്വ 12-ാം ഭാവത്തിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എടുത്തു ചാടി പ്രവർത്തിച്ച അപമാനം, അപകീർത്തിയൊക്കെ വരുത്തി വയ്ക്കരുത്. ഒരു ഭാഗ്യഹീനത്വവും രോഗശങ്കയും ഇവർക്കും തന്നെ പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ സ്വദേശം വെടിഞ്ഞുള്ള ജീവിതം, മാതാപിതാക്കൾ വഴിയുള്ള സുഖാനുഭവക്കുറവ്, മാതാവിന് ക്ലേശം. കേതു ലഗ്നത്തിലാണ്. അപ്പോൾ സംസാരം ശ്രദ്ധിക്കുക. വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പെട്ടെന്നുള്ള എടുത്തുചാട്ടം മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ശ്രദ്ധിക്കുക. മാതാവിന് അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. സർപ്പം 7-ലാണ്. ഭാഗ്യഹീനത്വം, ധനനാശം, പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാദി ദുരിതങ്ങൾ, ദേശവാസം. ശുക്രനാണെങ്കിൽ അഷ്ടമത്തിലാണ്. ശാഠ്യബുദ്ധി കുറയ്ക്കുക, രോഗാദി ദുരിതങ്ങൾ, ശത്രുക്കൾ മൂലം കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരിക. എങ്കിലും ധനം ലഭിക്കുകയൊക്കെ ചെയ്യും. ശനി 8-ാം ഭാവത്തിൽ ദേഹാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല. പങ്കാളിക്ക് ദുരിതങ്ങൾ, ദാമ്പത്യ സുഖക്കുറവ്, രഹസ്യബന്ധങ്ങൾ. ബുധൻ്റെ 10-ലെ സഞ്ചാരം രഹസ്യബന്ധങ്ങൾ ഉണ്ടാകാം. അതുവഴി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാം. ജനക്ഷേമ താല്പര്യം, ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം കൂടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ, വാക്കുകളൊക്കെ പരമാവധി ചിങ്ങക്കൂറുകാരെ ഒഴിവാക്കുക. കേസുകൾ ഒക്കെ വരാവുന്ന സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത കന്നിക്കൂറുകാരെ ഉത്തരത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ്. ആദ്യത്തിന് 9-ാം ഭാവത്തിൽ ഭാഗ്യഹീനത്വം, പിതൃസ്ഥാനീയരുമായി ബന്ധപ്പെട്ട് ചില അപകടങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ചില ദുരിതങ്ങൾ, സ്വാർത്ഥത കൂടാവുന്ന സമയം. അത് ബന്ധുജനങ്ങളെ ശത്രുക്കളാക്കാം. വ്യാഴം 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന അത്ര അനുകൂലമല്ല. സുഖവിരോധം ഉണ്ടാക്കും. ചാരവശാൽ അനുകൂലമല്ല. സാമ്പത്തിക കാര്യത്തിൽ തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എങ്കിലും ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചൊവ്വ 11-ാം ഭാവത്തിലാണ്. സ്വപ്രയത്നത്താൽ ഉണ്ടാക്കുന്ന ധനം, പിന്നെ പരദൂഷണ താല്പര്യം ഇവർക്കുണ്ടാവും. ഇപ്പോൾ ബുദ്ധിഹീനപരമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം ചില ധനനാശങ്ങളും കന്യക്കൂറുകാർക്കുണ്ടാവാം. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കേതു 12-ാം ഭാവത്തിലാണ്. അപ്പോൾ ചിലവ് വർദ്ധിപ്പിക്കും. സർപ്പം 6-ാം ഭാവത്തിലാണ്. ശത്രുനാശം ഉണ്ടാവുന്ന സമയമാണ്. പ്രമേഹം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ തുടങ്ങാവുന്ന സമയമാണ്. അങ്ങനെയുള്ളവർക്കത് വർദ്ധിക്കാവുന്ന സമയമാണ്. ത്വക്ക് രോഗങ്ങൾ അലട്ടാം. ശുക്രൻ 7-ലാണ്. 7-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഗുണം ഉണ്ടാവില്ല. ദാമ്പത്യ വിരഹമോ പങ്കാളിക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ, പിന്നെ പൊതുവെ ദാമ്പത്യ ജീവിതം അത്ര അനുകൂലമാവില്ല. കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നതിന് ശേഷം കാര്യങ്ങൾ നടക്കുക. ഇതൊക്കെ ശുക്രൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശനിയും 7-ലാണ്. സന്താനങ്ങൾക്ക് നിന്ന് തരത്തിലുള്ള ക്ലേശങ്ങൾ, സുഹൃതനാശം എന്നാണ് പറയുക. ശനി 7-ൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെയുള്ള നമ്മളുടെ സുഹൃതനാശം അതാണ്. ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭം,
പിന്നെ അത് 9ലേക്ക് വരുമ്പോൾ, 8ൽ സഞ്ചരിക്കുമ്പോൾ വിദ്യാഭ്യാസ കാര്യത്തൊക്കെ തടസ്സങ്ങളുണ്ടാകുമ്പോൾ 9ലേക്ക് വരുമ്പോൾ അതിനൊരു മാറ്റം വരും. കുടുംബസൗഖ്യവും ഭാഗ്യത്വം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് കന്നിക്കൂറുകാർക്ക് ബുധൻ 9ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ. അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. ആദ്യത്തിന് 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ദേഹാരിഷ്ടതകൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. വയറ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം. പിന്നെ വ്യാഴം 9ാം ഭാവത്തിലുണ്ട്. ഭാഗ്യഭാവത്ത് വ്യാഴമുണ്ട്. ധനപരമായിട്ട് ഗുണമാണ്. സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ കേസുകളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, കേസുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൊവ്വ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 2ഉം 7ഉം ഭാവാധിപനാണ്. മനോവ്യസനം വിട്ടൊഴിയുന്നില്ല. രഹസ്യ ബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കേതു 11ലാണ്. സർപ്പം 5ാം ഭാവത്തിലാണ്. പൂർവ്വപുണ്യസ്ഥാനത്ത് സർപ്പമാണ്. അപ്പോൾ ഭ്രമം, അതായത് ബുദ്ധിഹീനത്വപരമായിട്ട് പ്രവർത്തിച്ച് കലഹങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന സമയമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത 1.5 വർഷം. വിദ്യാഭ്യാസ രംഗത്ത് ചില പരാജയങ്ങൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളെ ചൊല്ലി വിഷമിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. ശുക്രൻ 6ാം ഭാവത്തിൽ, ശുക്രൻ എന്ന് പറയുമ്പോൾ ലഗ്നാധിപനാണ്, അഷ്ടമാധിപനാണ്. അത് 6ാം ഭാവത്തിൽ ഉച്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്വയം മനസ്സുകൊണ്ട് ചിന്തിച്ച് വരുത്തി വയ്ക്കുന്ന ചില ശത്രുപീഠകളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് പരാക്രമശീലവും ഒക്കെ കൂടും. രോഗങ്ങൾ അല്ലെങ്കിൽ രോഗശങ്ക ഇതൊക്കെ അലട്ടും. ശനി 6ലാണ്, അത് നല്ലതാണ്, ധനപരമായിട്ട് ഗുണമാണ്. ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ഈ ദേഷ്യം മൂലം കോപമൊക്കെ ഉണ്ടായി ശത്രുക്കളെ ഉണ്ടാക്കാവുന്ന സമയമാണ്. ധനപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബുധൻ 7ലും 8ലുമായിട്ട് സഞ്ചരിക്കുന്നു. പലരിൽ നിന്നും മാനസിക ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. വിരഹ ദുഃഖം, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം. വിദ്യാഭ്യാസത്തിൽ പരാജയങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാം. ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം തക്ക സമയത്ത് ലഭിക്കാതിരിക്കാം. എങ്കിലും 12ാം ഭാവാധിപനാണ് 8ൽ. അപ്പോൾ വ്യാഴം 9ലുണ്ട്, ഭാഗ്യഭാവത്തിൽ വ്യാഴമുണ്ട് എന്നുള്ളത് കൊണ്ട് ശനി 6ലും കേതു 11ലൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. കൂടുതൽ ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് നാമജപാദികളിലൂടെ ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് തുലാക്കൂറുകാർ മുന്നോട്ട് പോവുക. ഇനി അടുത്ത വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. ആദ്യത്തിന് 7ാം ഭാവത്തിൽ സഞ്ചാരം കൂടും. വ്യാഴം 8ലാണ്, ശ്രദ്ധിക്കുക. ഈശ്വരാധീനം കുറവുള്ള സമയമാണ്. ധനപരമായിട്ട് പെട്ടെന്നുള്ള ചിലവുകൾ. ചൊവ്വ 9ാം ഭാവത്തിലെ ഭാഗ്യഭാവത്ത് ചൊവ്വയാണ്. രോഗപീഠകൾ. കേതു 10ലാണ്. കർമ്മവൈഷമ്യങ്ങൾ. സർപ്പം 4ലാണ്. കുടുംബഭാവത്ത് സർപ്പമാണ്. മാതൃദുരിതങ്ങൾ, വാഹന അപകടങ്ങൾ, ബന്ധുക്കളൊക്കെ ആയിട്ട് കലഹങ്ങൾ, കേസുകൾ ഇതൊക്കെ വരാവുന്ന സമയമാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വൃശ്ചികക്കൂറുകാർ. ശുക്രൻ 5ാം ഭാവത്തിൽ ഒരു മനോധൈര്യം കുറവ്, സുഖക്കുറവ്, എങ്കിലും പുത്രലാഭമൊക്കെ ഉണ്ട്. കാരണം ശുക്രൻ 5ലല്ലേ. അപ്പോൾ എങ്കിലും സന്താനങ്ങളുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. ശനി 5ാം ഭാവത്തിലും കൂടി ആയതിനാലാണ് ഈ പറയുന്നത്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങളോ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതങ്ങളോ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ സാമ്പത്തികം ചിലവാക്കേണ്ടി വരികയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശനി 5ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും. ബുധൻ 6ഉം 7ഉം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. സ്ഥാനപ്രാപ്തി, ബഹുപ്രകാരേണ മറ്റുള്ളവരിൽ നിന്ന് ദേഹോപദ്രവങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുന്ന സമയമാണ്. മാനസിക ശാരീരിക ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ശ്രദ്ധിക്കുക. പങ്കാളിക്ക് ക്ലേശങ്ങൾ, കടബാധ്യതകളൊക്കെ വരാവുന്ന സമയമാണ് വൃശ്ചികക്കൂറുകാർക്ക്. കാരണം 8ാം ഭാവത്തിൽ വ്യാഴമാണ്. ശനിയാണെങ്കിൽ സർപ്പം 4ാം ഭാവത്തിലാണ്. ശനിയാണെങ്കിൽ 5ാം ഭാവത്തിലാണ്. 9ലാണെങ്കിൽ ചൊവ്വയാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അടുത്ത ധനുക്കൂറുകാരുടെ കാര്യം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ആദ്യത്തിന് 6ാം ഭാവത്തിൽ ശത്രുക്കൾക്ക് നാശം, ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും ശത്രുക്കൾക്കൊക്കെ നാശം ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴം നിവർത്തി സ്ഥാനത്ത് വ്യാഴമുണ്ട്. വ്യാഴം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. നിവർത്തി സ്ഥാനത്ത് വ്യാഴമുണ്ട്. പക്ഷേ അഷ്ടമത്തിലെ ചൊവ്വയും
9 കേതുവും ശ്രദ്ധിക്കുക. ഭാഗ്യഹീനത്വവും ശത്രുപീഡകളും ഉണ്ട്. എങ്കിലും ആ പീഡകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 3-ാം ഭാവത്തിൽ സർപ്പം, സഹോദര ഗുണം, ഭാര്യപുത്രാദി ലാഭം ഒക്കെ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ ഉണ്ടാവും. വിദേശവാസം. ശുക്രൻ 4-ാം ഭാവത്തിൽ ധനലാഭം, പക്ഷെ കടം വാങ്ങേണ്ടി വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശനിയാണെങ്കിൽ 4-ാം ഭാവത്തിലാണ്. ശത്രുക്കളുടെ അഭിവൃദ്ധി ഉണ്ടാവും. കുടുംബത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി, വിരഹ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ്. എങ്കിലും ബുധൻ്റെ മാറ്റം സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാക്കിത്തരിക തന്നെ ചെയ്യും. അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. ആദിത്യൻ 5-ാം ഭാവത്തിൽ അഷ്ടമാധിപനാണ്. അതുകൊണ്ട് തന്നെ രോഗാരിഷ്ടതകൾ, ബുദ്ധിഹീനത്വം, ധനച്ചിലവുകൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ മാസം. വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈശ്വരാധീനം കുറവാണ്. മനക്ലേശങ്ങൾ, ദൈവാധീനക്കുറവ് ഇതൊക്കെ ഉള്ള സമയം. ചൊവ്വയാണെങ്കിൽ നിവർത്തി സ്ഥാനത്ത്, മനക്ലേശങ്ങൾ വിട്ടൊഴിയുന്നില്ല. കേതു 8-ൽ രോഗാരിഷ്ടതകൾ വിട്ടൊഴിയുന്നില്ല. സർപ്പം 2-ൽ വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തും ചില വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവില്ല. പിന്നെ നിന്ദ്യമായ ഭക്ഷണത്തിലൂടെ രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശുക്രൻ 3-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്, ഉച്ചത്തിൽ. ശനിയും 3-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്, ധനപരമായിട്ട് ഗുണമൊക്കെ ചെയ്യും. ബുധൻ 4-5 ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അടുത്ത ആഴ്ച. 23-ാം തീയതി 5-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ധനലാഭം ഉണ്ടാവും. ഇപ്പോൾ ധനലാഭമൊക്കെ ഉള്ള സമയമാണ്. 23-ാം തീയതിക്ക് ശേഷം ഭാര്യ പുത്രാദികൾ കുടുംബത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം. ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരിട്ടാതിയുടെ ആദ്യ 3/4 ഭാഗമാണ് കുംഭക്കൂറ്. ആദിത്യൻ 4-ാം ഭാവത്തിൽ. ധാർമ്മിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടാവുന്ന സമയം, ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ മുഴുകുന്ന സമയം. എങ്കിലും ആദ്യത്തെ 4-ൽ സഞ്ചരിക്കുമ്പോൾ അപമാനം, അപകീർത്തിയൊക്കെ ശ്രദ്ധിക്കുക. മാനഹാനിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. വ്യാഴം 5-ാം ഭാവത്തിൽ, പൂർവ്വപുണ്യസ്ഥാനത്തെ വ്യാഴമാണ്. സന്താന ഗുണമുണ്ട്. ചൊവ്വ 6-ാം ഭാവത്തിൽ, ദ്രവ്യലാഭമുണ്ട്. കേതു 7-ലാണ്, ദാമ്പത്യ സുഖക്കുറവ്, സുഹൃത്തുക്കളുടെ മേന്മക്കുറവ് ഇതൊക്കെ ഉണ്ടാവും. സർപ്പം ലഗ്നത്തിലാണ്. അപ്പോൾ ത്വക്ക് രോഗങ്ങൾ, അഗ്നി ആയുധം, ഇതിൽ നിന്നൊക്കെ അപകടങ്ങൾ, വിഷം, ഇതൊക്കെ അപകടങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ശുക്രൻ 2-ാം ഭാവത്തിലാണ്. അത് നല്ല ഗുണം ചെയ്യുന്ന സമയമാണ്. ശനി 2-ലാണ്. ലഗ്നാധിപനും 12-ാം ഭാവാധിപനുമായ ശനിയാണ് ചാരവശാൽ 2-ൽ. അപ്പോൾ മനോവ്യസനങ്ങൾ ഉണ്ടാവും. ബുധനാണെങ്കിൽ 3-ഉം 4-ഉം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ശത്രുഭയം വിട്ടൊഴിയുന്നില്ല. പിന്നെ ബുധൻ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ധനലാഭമൊക്കെ ഉണ്ടാകും. പൊതുവെ വ്യാഴം 5-ൽ കിടക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കുംഭക്കൂറുകാർക്ക് അടുത്ത 1 വർഷം ഉണ്ടാവില്ല. എല്ലാത്തിൽ നിന്നും കരകയറ്റിക്കൊണ്ട് പോരും. വിശ്വാധീനമുള്ള സമയമാണ്. നിവർത്തി സ്ഥാനത്ത് വ്യാഴമുണ്ട്, അല്ല പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കേതു 7-ലാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അടുത്ത മീനക്കൂറുകാരുടെ കാര്യമാണ്. പൂരിട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ആദിത്യൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വലിയ പ്രശ്നങ്ങളില്ല. വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറിയതുകൊണ്ട്, 4-ാം ഭാവത്തിലെ വ്യാഴമൊന്നും അത്ര അനുകൂലമല്ല, എങ്കിലും ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട്. ചൊവ്വ 5-ലാണ്. ദ്രവ്യനാശം ഒക്കെ സംഭവിക്കാം. കേതു 6-ലാണ്. 6-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു, നല്ലതാണ്. സർപ്പം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വിദേശഗമനം, പിന്നെ വീട്ടിൽ വളർത്തുന്ന നാൽക്കാലി നാശം, ഇതൊക്കെ അടുത്ത 1.5 വർഷത്തിനുള്ളിൽ സംഭവിക്കാം. സഞ്ചാരക്ലേശം, മനോഭീതി, ഇതൊക്കെ സർപ്പം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശുക്രനാണെങ്കിൽ ലഗ്നത്തിൽ സഞ്ചരിക്കുന്നു. അത് വലിയ പ്രശ്നങ്ങളില്ല. ശനി ലഗ്നത്തിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. അത് 11-ഉം 12-ഉം ഭാവാധിപനാണ്. അപ്പോൾ ദൂരദേശ ഗമനം, ജന്മദേശം വിട്ട് പോവുക, മരണതുല്യ ക്ലേശങ്ങൾ, ആയുർദോഷം, ഇതൊക്കെ ശനി ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വിഷ, അഗ്നിഭയം,
ബുധനാണെങ്കിൽ 2ഉം 3ഉം ഭാവാധിപനാണ്, 2ഉം 3ഉം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 2ൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ല, ധനപരമായിട്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ അത് 3ലേക്ക് വരുമ്പോൾ കുറച്ച് ശത്രുക്കളുടെ ഭയം കൂടുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഈശ്വരാധീനം കൂട്ടാനായിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുക എല്ലാവരും. കലിയുഗത്തിലെ ഏറ്റവും പ്രധാന നാമജപമാണ്, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഏത് മതസ്ഥരായാലും അവരവരുടെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ച് ദോഷങ്ങളെ കുറയ്ക്കുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല, അന്നറിഞ്ഞ് കേൾക്കുക. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ്, അതുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.